ഹലോ, ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുത്താലോ? ഇതിന് വേണ്ടിയിട്ട് പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 20 ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പേസ്റ്റായിട്ടൊന്നും അരച്ചെടുക്കേണ്ട, ചെറുതായിട്ടൊരു തരിയായിട്ട് കിട്ടുന്ന രീതിയിൽ അരച്ചെടുത്താൽ മതി. ഇതിലോട്ട് ഞാൻ ചെറിയൊരു കഷ്ണം വാളംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറൊരു കറിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.